ആടാ മക്കളെ, നമ്മളിനി ഈ പാഠത്തിലെ ഏറ്റവും അവസാനത്തെ സെക്ഷനിലേക്ക് കടക്കുകയാണ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. എന്താണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്? ഞാൻ ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളെ മനസ്സിലേക്ക് ഐഡിയ എത്തിക്കാൻ നോക്കാം. ഒരു മെഷർമെൻറ്റിൻ്റെ വാല്യൂ ഞാൻ പറയാം. 12.256. എന്തായിക്കോട്ടെ, ഇപ്പം ലൈക്ക് ഇതാണ് തൂക്കം അളന്നതാണ്. ഓക്കെ, 12.256 കിലോഗ്രാം. നമ്മൾ നോക്കുക, ഓരോന്നോരോ സ്ഥാനമല്ലേ, ഒരു മെഷർമെൻറ്റിൽ അല്ലെങ്കിൽ ഒരു നമ്പറിൽ ഓരോ പൊസിഷനില്ലേ. ഇതെത്രയാ? ഇത് 10⁻0 അല്ലേ, എന്ന് വെച്ചാൽ 1ൻ്റെ പ്ലേസ്. ഇത് 10⁻1ൻ്റെ പ്ലേസ്. ഇത് 1/10ൻ്റെ പ്ലേസ്. ഇത് 1/100ൻ്റെ പ്ലേസ്. ഇത് 1/1000ൻ്റെ പ്ലേസ്. ശരിയല്ലേ? ശരിയല്ലേ? ഇതല്ലേ പല പല പ്ലേസസ്. ഞാനത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്, എന്നോടൊപ്പം നിൽക്കുക. ഓക്കെ, ഇതില് ഈ ഉത്തരത്തിൽ ഒരിക്കലും നമുക്ക് ഇവിടെ തെറ്റ് പ്രതീക്ഷിക്കാൻ പറ്റൂല. ഈ സ്ഥാനത്ത് തെറ്റുണ്ടാവില്ല, ഈ അളന്നതിൽ തെറ്റുണ്ടാവില്ല, ഈ അളന്നതിലും തെറ്റുണ്ടാവില്ല, ഈ അളന്നതിലും തെറ്റുണ്ടാവില്ല. അതെന്തുകൊണ്ടാ? 1000 കഷ്ണത്തിൽ ഒരു കഷ്ണത്തെ അളക്കാൻ പറ്റി എന്ന് പറയുന്ന ആൾക്ക് 100 കഷ്ണത്തിലെ ഒരു കഷ്ണത്തെ അളക്കാൻ തെറ്റ് പറ്റുമോ? പറ്റൂലല്ലോ. എടോ, അതിനേക്കാളും ചെറുത് അളന്നു കഴിഞ്ഞാൽ 1000 കഷ്ണങ്ങളാക്കിയതിൽ ഒരു കഷ്ണത്തെ അളക്കാൻ പറ്റി എന്ന് വാദിക്കുന്നവന് 100 കഷ്ണത്തിൽ ഒരു കഷ്ണത്തെ അളക്കുന്നതിൽ തെറ്റ് പറ്റൂലല്ലോ. ഒരിക്കലും പറ്റൂല, അല്ലേ? അപ്പൊ സത്യത്തിൽ ഒന്ന് കേട്ടോളെ, ഒറ്റ പ്രാവശ്യം കൂടെ പറയാം. 19.5. ഇതിൻ്റെ അർത്ഥം എന്താ? കിലോഗ്രാം ആണെങ്കിൽ 10 കിലോഗ്രാമിൻ്റെ ഒരു കട്ട ഇട്ടു, 9 കിലോഗ്രാമിൻ്റെ ഒരു കട്ട ഇട്ടു, ഇപ്പൊ 19 അല്ലേ? പിന്നെ 1/2 കിലോഗ്രാമിൻ്റെ ഒരു കട്ട ഇട്ടു, അല്ലെങ്കിൽ 100 ഗ്രാമിൻ്റെ അതും പറ്റും. 1/2 കിലോഗ്രാമിൻ്റെ കട്ട ആണെന്നുണ്ടെങ്കിൽ 100 കിലോഗ്രാമിൻ്റെ 5 കട്ട ഇട്ടു. ഓക്കെ, അതല്ലേ ഇതിൻ്റെ അർത്ഥം? അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ 1/1 അങ്ങനെ പറയണ്ട, നമുക്ക് ഇങ്ങനെ പറയാം. ഇത് 1/10 അളക്കാൻ പറ്റി. 1/10 0.1ൻ്റെ സ്ഥാനം അളക്കാൻ പറ്റി. ഇനി ഇങ്ങനെ ഇവിടെ എഴുതിയെന്ന് വിചാരിക്കാം, 19.52 എന്ന് എഴുതി വിചാരിക്കാം. 19.52 എന്ന് എഴുതി അതിൻ്റെ അർത്ഥം എന്താ? 0.5നേക്കാളും ചെറുതല്ലേ 0.02 അല്ലേ? ഇത് 0.5 ആണ്, ഇതിൻ്റെ സ്ഥാനം എന്താ? 0.02 ആണ്. ഇതെങ്ങനെ എഴുതാന്ന് ചോദിച്ചതാ. ഇതെങ്ങനെ കിട്ടി? 19 അല്ലേ പ്ലസ് 0.5 പ്ലസ് 0.02 ഇതല്ലേ സാധനം? 2519, isn't it? അപ്പം കറക്റ്റായി, മനസ്സിലായി, ഇപ്പോൾ മനസ്സിലായി. അപ്പം ഇതെത്ര? 0.02 ആണ്. അപ്പം 0.02 അളക്കാൻ പറ്റുന്നവന് 0.5 അളക്കുമ്പോൾ തെറ്റ് വരുമോ? ഇല്ല, അത്രയേ ഉള്ളൂ. അപ്പം ഇതിൽ ഏറ്റവും ശരിയുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? തെറ്റില്ലാത്ത സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഇവിടെ തെറ്റുണ്ടാവില്ല, കാര്യം അതിലും ചെറുതാണെന്നു. ഇതിൽ തെറ്റുണ്ടാവില്ല, ഇതിൽ തെറ്റുണ്ടാവില്ല, ഇതിലും തെറ്റുണ്ടാവില്ല. ഇതിലെന്ത് വരാം? തെറ്റ് വരാം. ഉറപ്പാണേ? അപ്പൊ ശരി, തെറ്റ് വരാമെന്നൊന്നും ഞാൻ പറയൂല, തെറ്റുള്ളൂ എന്ന് ഞാൻ പറയൂല എന്ന് പറഞ്ഞിട്ട് ഒരാള് തെറ്റുള്ള വാല്യൂ പറഞ്ഞില്ല എന്ന് വിചാരിക്കുക. അപ്പൊ കാണുന്ന ആൾ വിചാരിക്കുക എന്താ? ഇവിടെ തെറ്റ് വരാമെന്നാ വിചാരിക്കുക, അല്ലേ? എടോ, ഇവിടെ തെറ്റ് വരൂല നമ്മൾ പറഞ്ഞ എന്തുകൊണ്ടാ? അതിനേക്കാളും ചെറുത് അളന്ന് പറഞ്ഞു എന്നുള്ളതുകൊണ്ടല്ലേ. ഇനി അതിൽ തെറ്റുണ്ട് എന്ന് കരുതി ഞാനത് പറയാതിരുന്നാൽ കോട്ടഡ് വാല്യൂ കാണുമ്പോൾ ആളുകൾ വിചാരിക്കും ഇവിടെ തെറ്റുണ്ടെന്ന് വിചാരിക്കും. അപ്പം നമ്മൾ ഒരു തെറ്റുള്ള വാല്യൂവിനെ എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ നേരത്തെ എത്രയായിരുന്നു എഴുതിയെന്ന് എനിക്ക് ഓർമ്മയില്ല, 6 എന്നായിക്കോട്ടെ.
ഒരു തെറ്റുള്ള വാല്യൂവിനെ നമ്മൾ നിലനിർത്തണം. അപ്പോൾ അതിന് തൊട്ട് മുമ്പത്തെ ആൾ തെറ്റില്ലാത്ത ആളായി മാറും. അപ്പോൾ അളക്കാൻ കഴിയുന്ന ഏറ്റവും ചെറുതിലാണ് തെറ്റ് വരിക. ഇപ്പോൾ സെന്റിമീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് നിങ്ങൾ അളക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് മില്ലിമീറ്ററിലാണ് തെറ്റ് വരിക. കാര്യം മില്ലിമീറ്റർ അളക്കാനുള്ള സ്കെയിൽ അതിനകത്തുണ്ട്. മില്ലിമീറ്ററിനേക്കാളും ചെറുത് അളക്കുമ്പോഴേ നിങ്ങൾക്ക് തെറ്റ് വരുള്ളൂ. മനസ്സിലായി? അപ്പം മില്ലിമീറ്ററിന്റെ സ്ഥാനത്താണ് നിങ്ങൾക്ക് തെറ്റ് എക്സ്പെക്ട് ചെയ്യേണ്ടത്. 1 മില്ലിമീറ്ററാണ് പറ്റാവുന്ന ഏറ്റവും വലിയ തെറ്റ്, അങ്ങനെയൊക്കെ പറയാം. അതിനേക്കാളും തെറ്റൂല. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു തെറ്റുള്ള വാല്യൂനെ നമ്മൾ റീറ്റെയിൻ ചെയ്യണം. കാര്യം ഒരു തെറ്റുള്ള വാല്യൂ റീറ്റെയിൻ ചെയ്യുമ്പോഴാണ് അതിന് തൊട്ട് മുമ്പത്തെ സ്ഥാനം തെറ്റാൻ പറ്റാത്ത ആളായി മാറുന്നത്. ഇസ് ഇറ്റ് ഓക്കെ? ഓക്കെ ആണോ? ശരി, അത് നിങ്ങളെ മനസ്സിലവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഇനി ഞാനൊരു സാധനം ചെയ്യാം. 19.0 19.000 ഇതെല്ലാം ഒന്നാ. കണക്ക് പഠിക്കുമ്പോൾ നിങ്ങൾ വേണേൽ പഠിച്ചിട്ടുണ്ടാവും, പോയിന്റിന് ശേഷം എത്ര 0 ഇട്ടാലും വിലയില്ല അല്ലേ? പക്ഷെ ഫിസിക്സിൽ അങ്ങനെയല്ല. ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഒരാൾ അളന്നെടുത്ത് പറഞ്ഞ വാല്യൂ ആണ് ഇതെങ്കിൽ ഇതിൻ്റെ അർത്ഥം 1/10 സ്ഥാനം എന്ന് വെച്ചാൽ 10 കഷ്ണമാക്കിയതിൽ ഒരു കഷ്ണത്തെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്താ? ഇതിൻ്റെ അർത്ഥം ഇവിടെ 0 ഇട്ടതിൻ്റെ അർത്ഥം ഇവിടെ തെറ്റ് പറ്റാം, അപ്പം ഇതിവിടെ തെറ്റ് പറ്റൂല. അപ്പം തെറ്റ് പറ്റാത്ത ഇവിടെ എന്താ സ്ഥിതി? ഇവിടെ തെറ്റ് പറ്റാം, ഇവിടെ തെറ്റ് പറ്റൂല എന്ന് ആണേ. അപ്പോൾ ഇവിടെ തെറ്റ് പറ്റാം, പക്ഷെ ഇവിടെ തെറ്റ് പറ്റൂല. അപ്പോൾ ഇത് കൂടുതൽ ശരിയായി. ഇവിടെ തെറ്റ് പറ്റാം, പക്ഷെ ഈ 2 സ്ഥാനത്തും തെറ്റ് പറ്റൂല. അപ്പോൾ ഇത് വീണ്ടും കൂടുതൽ ശരിയായി. നിങ്ങൾ ഇനി എത്ര 0 അപ്പുറത്തേക്ക് ഇടുന്നോ അപ്പുറത്തേക്ക് 0 ഇട്ടെന്ന് വിചാരിക്കുക. ഇവിടെ തെറ്റ് പറ്റാം, പക്ഷെ ഇവിടെ ഒന്നും ഇനി തെറ്റ് പറ്റൂല എന്നാണ് എൻ്റെ അർത്ഥം. കാര്യം ഈ ചെറുതാളെന്ന് കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലുതെല്ലാം ശരികളാണെന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾ എത്ര കൂടുതൽ 0 ഇടുന്നോ അത്രയ്ക്കനുസരിച്ച് നിങ്ങൾ പറഞ്ഞ വാല്യൂ കൂടുതൽ ശരിയാണ് എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ ഈ ഉപയോഗിക്കുന്ന നമ്പറുകളിൽ നമ്മൾ കണ്ടുപിടിച്ച സാധനങ്ങളുടെ വ്യക്തത, ശരി, കൃത്യത ഒളിഞ്ഞിരിപ്പുണ്ട്. അങ്ങനെ അളന്ന് കണ്ടുപിടിച്ച ഒരു വാല്യൂവിൽ അതിൻ്റെ കൃത്യതയെ റെപ്രസെന്റ് ചെയ്യുന്ന നമ്പേഴ്സിന്റെ അല്ലെങ്കിൽ ഫിഗേഴ്സിന്റെ പേരാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അതിലാരൊക്കെ ഉണ്ടാവും? അതിലാരൊക്കെ? അവസാനത്തെ ഒരാൾ പൂർണ്ണമായും ശരിയല്ല അല്ലേ? ലാസ്റ്റ് ഡിജിറ്റ് പൂർണ്ണമായും ശരിയല്ല. പിന്നെ ലാസ്റ്റ് ഡിജിറ്റിന് മുമ്പുള്ള എല്ലാ ഡിജിറ്റുകളും പൂർണ്ണമായും ശരിയാണ് എന്ന് കരുതി പൂർണ്ണമായും ശരിയല്ലാത്ത ലാസ്റ്റ് ഡിജിറ്റ് നമുക്ക് വൊമിറ്റ് ചെയ്യാൻ പറ്റൂല. അതിന് ഒഴിവാക്കി കഴിഞ്ഞാൽ അതിന് തൊട്ട് മുമ്പത്തെ ആള് ശരിയാണോ തെറ്റാണോ എന്ന് സംശയം വരും വായിക്കുന്നവന്. ഇനി ഞാൻ പറയാൻ പോവാ. എൻ്റെ മക്കളെ വായിച്ചോ. The reliable digit plus the last digit are known as significant figures. Reliable digit തെറ്റില്ലാത്ത, റിലയബിൾ, വിശ്വസിക്കാൻ കഴിയുന്ന ഡിജിറ്റുകളും അവസാനത്തെ ഡിജിറ്റ്. അവസാനത്തെ ഡിജിറ്റിനെ വിശ്വസിക്കാൻ കഴിയില്ലേ? ഇല്ല. എവിടെയെങ്കിലും തെറ്റുകൾ വരുമെങ്കിൽ അത് അളക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ വാല്യൂയിലാണ്. അവിടെയാണ് തെറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ the reliable digits plus the last digits are known as significant figures. അപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നമ്മളോട് അളന്നതിലുള്ള കൃത്യതയെക്കുറിച്ച് പറഞ്ഞിരുന്നു. പ്രിസിഷൻ ഓഫ് മെഷർമെന്റ്. യൂണിറ്റ് മാറിയാലൊന്നും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് മാറൂല. നിങ്ങൾ SI യൂണിറ്റിൽ അളന്നാലും CGS യൂണിറ്റിൽ അളന്നാലും ഒന്നും സിഗ്നിഫിക്കൻറ്റ് മാറൂല. ഇനി ആരൊക്കെയാണ് ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്? അതാണ് ഓരോന്നോരോ. ഒരു അളന്നെഴുതിയ വാല്യൂല് 0 അല്ലാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾ എഴുതിയേ? അളന്ന് കിട്ടിയോണ്ടല്ലേ എഴുതിയേ? അളന്നെഴുതിയ വാല്യൂവില് ഒരു വാല്യൂ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ, നോൺ സീറോ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അളന്ന് കിട്ടിയ വാല്യൂ അല്ലേ? അപ്പൊ അത് സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പൊ അതാണ് ഒന്നാമത്തെ നിയമം. ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. 0 അല്ലാത്ത എല്ലാ ഡിജിറ്റുകളും സിഗ്നിഫിക്കൻ്റ് ആണ് ഒരു അളന്ന് കിട്ടിയ വാല്യൂവിൽ. എന്നുവെച്ചാൽ ആ വാല്യൂസിനൊക്കെ പ്രാധാന്യമുണ്ട്. അതൊക്കെ നമ്മൾ അളവിൻ്റെ കൃത്യതയെക്കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഒരു മെഷേർഡ് വാല്യൂ, ഫോർ എക്സാമ്പിൾ 16.2351
ഇതെല്ലാം അളന്ന് കിട്ടിയ വാല്യൂസാണ്, ഇവരൊക്കെ സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ ഒരു മെഷേർഡ് വാല്യൂവിൽ പൂജ്യം അല്ലാത്ത ആരൊക്കെ ഉണ്ടോ അവരൊക്കെ സിഗ്നിഫിക്കൻ്റ് ആണ്, അതിനൊക്കെ പ്രാധാന്യമുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു വാല്യൂ ഇവിടെ എഴുതിയത്, അത് അളന്ന് കിട്ടിയോണ്ടാണല്ലോ എഴുതിയത്, അതിന് സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഇനി റൂൾ 2, all zeros between two non-zero are significant no matter whether there is a decimal or not. എന്താ അതിൻ്റെ അർത്ഥം? രണ്ട് പൂജ്യമല്ലാത്ത ആളുകൾക്കിടയിലെ പൂജ്യം സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ തൊട്ടുമുമ്പ് എന്താ പറഞ്ഞ്? പൂജ്യമല്ലാത്ത ആളുകളെല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ പിന്നെ ഇനി പൂജ്യം സിഗ്നിഫിക്കൻ്റ് ആണോ അല്ലയോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. എന്താ പറഞ്ഞ്? പൂജ്യമല്ലാത്ത ആളുകളെല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ്. ഒന്നത് പറഞ്ഞു അല്ലേ? ഇനി അടുത്ത ചോദ്യം, അപ്പോൾ പൂജ്യം സിഗ്നിഫിക്കൻ്റ് ആണോ എന്നാണ് അടുത്ത ചോദ്യം. എല്ലാ പൂജ്യങ്ങളും സിഗ്നിഫിക്കൻ്റ് അല്ല, പക്ഷെ എല്ലാ പൂജ്യമല്ലാത്ത ആൾക്കാരും സിഗ്നിഫിക്കൻ്റ് ആണ്. എല്ലാ പൂജ്യങ്ങളും സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ പിന്നെ പൂജ്യങ്ങൾ ആരൊക്കെയാണ് സിഗ്നിഫിക്കൻ്റ്? അതാണ്, ഏതെങ്കിലും രണ്ട് സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സിൻ്റെ ഇടയിലുള്ള എല്ലാ പൂജ്യങ്ങളും സിഗ്നിഫിക്കൻ്റ് ആണ്. അത് ഡെസിമൽ പോയിന്റ് ഉണ്ടോ, അതെവിടെയാണ്, അതിനൊന്നും ഒരു വിഷയമില്ല. ഉദാഹരണത്തിന് ഇത് സിഗ്നിഫിക്കൻ്റ് ആണ്, ഇതും സിഗ്നിഫിക്കൻ്റ് ആണ്. ആ സിഗ്നിഫിക്കൻ്റിന് ഇടയിലുള്ള പൂജ്യങ്ങളെല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പം ഞാൻ ശരിയിട്ടത് സിഗ്നിഫിക്കൻ്റ് ആണ്, ഇത് സിഗ്നിഫിക്കൻ്റ് ആണ്, ഇത് സിഗ്നിഫിക്കൻ്റ് ആണ്, ഇതിൻ്റെ ഇടയിലുള്ള പൂജ്യങ്ങളെല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ്. ഇത് സിഗ്നിഫിക്കൻ്റ് ആണ്, ഇത് സിഗ്നിഫിക്കൻ്റ് ആണ്, ഇതിൻ്റെ ഇടയിലുള്ള പൂജ്യങ്ങളെല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ്. പക്ഷേ ഇത് സിഗ്നിഫിക്കൻ്റ് അല്ല. നമുക്ക് നോക്കാം എന്തുകൊണ്ടാണെന്നുള്ളത്. ഓക്കെ, ശരി. റൂൾ 3, if a number is less than 1 then the zeros between decimal point and first non-zero number is not significant. ഒന്നിനേക്കാൾ കുറവുള്ള ഒരു നമ്പർ എങ്ങനെയാ തുടങ്ങുക? പോയിന്റ് ഇട്ടിട്ടല്ലേ തുടങ്ങുക? 0 പോയിന്റ് എന്ന് പറഞ്ഞിട്ടില്ലേ? ഒന്നിൻ്റെയും പൂജ്യത്തിൻ്റെ ഇടയിലുള്ള നമ്പർ അങ്ങനെയല്ലേ പറയാ? ഒന്നിൻ്റെയും പൂജ്യത്തിൻ്റെ ഇടയിലുള്ള നമ്പർ 0 പോയിന്റ് സംതിങ് എന്ന് വെച്ചാൽ പറയാം. അവിടെ ആ പോയിന്റിൻ്റെയും ഫസ്റ്റ് നോൺ സീറോ നമ്പറിൻ്റെയും ഇടയിലുള്ള പൂജ്യങ്ങൾ സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പൊ കണക്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള പൂജ്യങ്ങളാണ് ഇത് എന്ന് പറയും. പക്ഷേ ഫിസിക്സിൽ ആ പൂജ്യങ്ങൾക്ക് വിലയില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ പൂജ്യങ്ങൾ പറയാണ്ട് തന്നെ നമുക്ക് അതേ അർത്ഥത്തിലെത്താൻ പറ്റും. സോ ഫോർ എക്സാമ്പിൾ, ഈ സാധനത്തിന് എനിക്ക് എന്ത് ചെയ്യാം? ഇതേ സാധനത്തിന് എനിക്ക് 0.3027 × 10⁻² എന്ന് എഴുതാം. ഈ പൂജ്യം എഴുതേണ്ട കാര്യമില്ല, അതേ അർത്ഥം തന്നെ കിട്ടും. മനസ്സിലായില്ലേ? ഇവിടെ വേണമെങ്കിൽ എനിക്ക് 0.1023 × 1, 2, 3 10⁻³ എന്ന് എഴുതാം. ഈ പൂജ്യത്തിൻ്റെ കാര്യമില്ല. അപ്പോൾ ഒരു റെപ്രസെൻറ്റേഷനിൽ കൃത്യത നഷ്ടപ്പെടാതെ നിർബന്ധമായും എഴുതേണ്ടുന്ന നമ്പറുകളുടെ പേരാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഇവിടെ ഈ പൂജ്യങ്ങൾ നിർബന്ധമായി എഴുതേണ്ട കാര്യമില്ല, അല്ലാണ്ട് തന്നെ ആക്യുറസി അവിടെ അണ്ടർസ്റ്റുഡ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് മാത്രം ഓർത്താൽ മതി, ആ നിയമമായിട്ട് ഓർത്ത് വെച്ചാൽ മതി. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഇല്ലെങ്കിൽ ആ നിയമമായിട്ട് ഓർത്ത് വെച്ചാൽ മതി. ഒന്നിനേക്കാൾ ചെറിയ നമ്പർ, പൂജ്യത്തിൻ്റെ ഒന്നിൻ്റെ ഇടയിലുള്ള നമ്പർ ആണെങ്കിൽ ഡെസിമൽ പോയിന്റ് മുതൽ ഫസ്റ്റ് നോൺ സീറോ വരെ ഉള്ള ആളുകൾക്കിടയിലുള്ള പൂജ്യങ്ങൾ സിഗ്നിഫിക്കൻ്റ് അല്ല. ഓക്കെ, ഇനി രണ്ട് നിയമങ്ങളും കൂടിയാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഏതാണ് എന്ന് മനസ്സിലാക്കാൻ. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, പൂജ്യം ആയുള്ള സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, പൂജ്യമല്ലാത്തതെല്ലാം സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. ടെർമിനൽ സീറോസ് ഇൻ എ നമ്പർ വിത്തൗട്ട് ഡെസിമൽ പോയിന്റ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. ഡെസിമൽ പോയിന്റ് ഇല്ലാതെയുള്ള അറ്റത്തുള്ള, ടെർമിനൽ എന്ന് പറഞ്ഞാൽ അവസാനമുള്ള, അറ്റത്തുള്ള എന്നർത്ഥം. ഡെസിമൽ പോയിന്റ് ഇല്ലാത്ത അറ്റത്തുള്ള പൂജ്യങ്ങളൊന്നും സിഗ്നിഫിക്കൻ്റ് അല്ല. ഉദാഹരണത്തിന് 12500 ഇത് സിഗ്നിഫിക്കൻ്റ് ആണ്, ഇത് സിഗ്നിഫിക്കൻ്റ് ആണ്, ഇത് സിഗ്നിഫിക്കൻ്റ് ആണ്, കാര്യം പൂജ്യമല്ല. ഇനി പൂജ്യമായ രണ്ടെണ്ണമുള്ളത് അതെവിടെയാ? ടെർമിനൽ സീറോസ് ആണ്, ഡെസിമൽ പോയിന്റ് ഇല്ല. അപ്പോൾ ഇതെന്തല്ല? സീറോസ് അല്ല, ഡെസിമൽ പോയിന്റ് ഇല്ലാത്ത നമ്പറുകൾ. ഇനി ഇത് സിഗ്നിഫിക്കൻ്റ് ആണ്, അത് പൂജ്യമല്ല, പക്ഷേ ഇതൊന്നും എന്തല്ല? സിഗ്നിഫിക്കൻ്റ് അല്ല, കാരണം അത് ടെർമിനൽ സീറോസ് ആണ്, ഡെസിമൽ പോയിന്റ് ഇല്ല. ഇനി ഡെസിമൽ പോയിന്റ് ഉള്ളപ്പോൾ the terminal zeros in a number with decimal points are significant. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയത്. അതായത് 3.5 അല്ല 3.50, അതല്ല 3.500. എത്ര കൂടുതൽ പൂജ്യങ്ങൾ വലതുഭാഗത്ത് ഇടുന്നു അതിനനുസരിച്ച് നമ്മൾ വായിക്കുന്ന ആളോട് പറയുന്നത് കൂടുതൽ അല്ല എന്നുവെച്ചാൽ ചെറുതിലേക്ക് എൻ്റെ മെഷർമെന്റ് പോയി, അത്ര വരെ ഞാൻ ചെറുത് അളന്നു എന്നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള അല്ലെങ്കിൽ ഡെസിമൽ പോയിന്റുള്ള നമ്പറിലെ ടെർമിനൽസിലെ സീറോസ് സിഗ്നിഫിക്കൻ്റ് ആണ്. ഉദാഹരണത്തിന് 3ഉം 5ഉം സിഗ്നിഫിക്കൻ്റ് ആണ്, ഈ 2 പൂജ്യങ്ങളും കൂടി സിഗ്നിഫിക്കൻ്റ് ആണ്.
1ഉം 2ഉം 5ഉം സിഗ്നിഫിക്കൻ്റ് ആണ്. ഇവിടെ ഈ 3 പൂജ്യങ്ങളും കൂടി സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പം ഞാൻ എന്തുകൊണ്ട് സിഗ്നിഫിക്കൻ്റ് ആണ് എന്നുള്ളതിന് ഓരോന്നിനും റീസൺ പറഞ്ഞിരുന്നു. കഴിയുമെങ്കിൽ അത് ട്രൈ ചെയ്ത് ആ റീസൺ മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ചു വെക്കാൻ നോക്കുക. അതല്ലെങ്കിൽ ആ കാര്യം പഠിച്ചു വെച്ചാലും മതി. 5 റൂളുകൾ സിഗ്നിഫിക്കൻ്റ് നമ്പേഴ്സിനെ മനസ്സിലാക്കാൻ. ഒരിക്കൽ കൂടി അത് ചുമ്മാ റിപ്പീറ്റ് ചെയ്യാം. ഒന്ന്, എല്ലാ പൂജ്യമല്ലാത്ത ആളുകളും സിഗ്നിഫിക്കൻ്റ് ആണ്. പിന്നെ പൂജ്യങ്ങളെക്കുറിച്ചാണ്. 2 സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സിൻ്റെ ഇടയിലുള്ള പൂജ്യങ്ങളെല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ്. ഓക്കെ. പിന്നെ മൂന്നാമത്തെ നിയമം എന്തായിരുന്നു? വെറും ഒരു നമ്പർ, അതായത് ബിറ്റ്വീൻ 0 ആൻഡ് 1, 0ൻ്റെയും 1ൻ്റെയും ഇടയിലുള്ള നമ്പറുകളിൽ ഡെസിമൽ പ്ലേസിൻ്റെയും ആദ്യത്തെ നോൺ സീറോ എലമെൻറ്റിൻ്റെയും ഇടയിലുള്ള സീറോകൾ സിഗ്നിഫിക്കൻ്റ് അല്ല. കണക്കിൽ നിങ്ങളുള്ള ചിന്തയായിട്ട് അതിന് വ്യത്യാസമുണ്ട്. അല്ല, കാര്യം ഞാൻ പറഞ്ഞിരുന്നു അതിനെ പവർ പോലെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ആ 0 എഴുതേണ്ട കാര്യമില്ല, പവർ പോലെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ 4ാമത്തെ നിയമമാണ്, ഡെസിമൽ പോയിന്റ് ഇല്ലാത്ത നമ്പറുകളിൽ ടെർമിനൽ സീറോസ് എല്ലാം സിഗ്നിഫിക്കൻ്റ് അല്ലാത്ത ആളുകളാണ്, നോൺ സിഗ്നിഫിക്കൻ്റ് ആണ്. ഇനി ഡെസിമൽ പോയിന്റ് ഉണ്ടെങ്കിൽ ടെർമിനൽ സീറോസ് എല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ്. ഇത്രയേ ഉള്ളൂ സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ഏതാണ് എന്ന് മനസ്സിലാക്കാനുള്ള വഴികൾ. ഇനി ഓപ്പറേഷൻ നടത്തുമ്പോൾ, വ്യത്യസ്ത കാൽക്കുലേഷൻസ് നടത്തുമ്പോൾ എങ്ങനെ സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണം കണ്ടുപിടിക്കും, റൗണ്ടിങ്ങിൻ്റെ ടെക്നിക്ക് എന്താണ്, ഇങ്ങനെ 2 കാര്യങ്ങളും കൂടിയാണ് ഈ പാഠത്തിൽ ബാക്കിയുള്ളത്. ഓക്കെ.